നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. ഹായ് കൂട്ടുകാരെ, ജീസസ് ആൻഡ് മീ എന്ന് പറയുന്ന ഈ കൊച്ചു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ പ്രോഗ്രാം കാണാറുണ്ടോ? നിങ്ങളെല്ലാവരും കാണുന്നവരാണെന്നാണ് എൻ്റെ വിശ്വാസം. കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പ്രോഗ്രാം ആരംഭിച്ചാലോ? എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഈ കൊച്ചു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാവരും സ്കൂളിൽ പോയി കാണുമല്ലേ? നമ്മുടെ സ്കൂളൊക്കെ തുറന്നു, നമ്മൾ ക്ലാസ്സിലൊക്കെ പോകാൻ തുടങ്ങി. പണ്ടുണ്ടായിരുന്നത് പോലെ കൂട്ടുകാരെയൊക്കെ കാണാൻ പറ്റി, കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നമുക്കൊരു കൊച്ചു കഥ കേട്ടാലോ? അങ്ങ് പണ്ടൊരു കാലത്ത് ഇംഗ്ലണ്ടിൽ റോബർട്ട് എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു. ഇദ്ദേഹം വഴിയിൽ കൂടി ഒരു ദിവസം നടന്നു പോകുന്ന സമയത്ത്
കുറേ കുഞ്ഞുങ്ങൾ ഈ റോബർട്ട് എന്ന് പറയുന്ന ആളെ ഉപദ്രവിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ ഉപദ്രവിച്ച സമയത്ത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് ഈ റോബർട്ട് എന്ന് പറയുന്ന അപ്പച്ചന് ഒത്തിരി സങ്കടപ്പെട്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ റോബോട്ട് ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളിങ്ങനെ ഉപദ്രവിക്കാനും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ട് അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചിന്ത ഇദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അവർക്ക് പഠിക്കാനോ അല്ലെങ്കിൽ അവർക്ക് നന്നായി ജീവിക്കാനോ ഒന്നുമുള്ള സാമ്പത്തികമോ ശേഷിയൊന്നുമില്ല. അപ്പോൾ റോബർട്ട് എന്ന് പറയുന്ന അപ്പച്ചൻ ഒരു കാര്യം തീരുമാനിച്ചു, ഇവരെ ഒന്ന് ശരിയാക്കിയെടുക്കണം. അങ്ങനെ അദ്ദേഹം പതിയെ ആ പ്രദേശത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിയിട്ട് പെയ്യെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നമ്മൾ സൺഡേ സ്കൂളിൽ പോകുന്നത് പോലൊക്കെ തന്നെ യേശുപ്പച്ചൻ്റെ കഥകളൊക്കെ പഠിപ്പിക്കുവാനായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ അവരൊക്കെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു വന്നത്. അങ്ങനെയുള്ളവർക്ക് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി, അവരെ നന്നായിട്ട് ജീവിക്കാനായിട്ട് പരിശീലിപ്പിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഈ ചെറിയ തുടക്കം അതൊരു വലിയ കാര്യമായി തീർന്നു. അങ്ങനെയാണ് സൺഡേ സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവം ആരംഭിക്കുന്നത്. തുടർന്ന് എല്ലാ രാജ്യങ്ങളിലേക്കുമൊക്കെ പടർന്ന് പന്തലിച്ചു. സൺഡേ സ്കൂൾ ഒരു വലിയ സംഭവമായി തീരുക. നമ്മളിന്ന് സൺഡേ സ്കൂൾ ദിനമായിട്ട് ആഘോഷിക്കുക അല്ലേ? അപ്പോൾ യേശുപ്പച്ചന് നമ്മളോട് ഇഷ്ടമുണ്ടോ? അതൊരു വലിയ ചോദ്യമാണല്ലേ. നമ്മൾ യേശുപ്പച്ചൻ സ്നേഹിക്കുന്നുണ്ടോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, ശിഷ്യന്മാർ യേശുപ്പച്ചൻ്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങൾ വരാൻ തുടങ്ങുമ്പോൾ അവരെ തടയുക. അങ്ങനെ യേശുപ്പച്ചൻ പറയുകയാണ്, പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെയാണെന്ന് പറയുന്നു. അപ്പം യേശുപ്പച്ചന് നമ്മളോട് ഒത്തിരി സ്നേഹമുണ്ട്. ശരിയാണോ? ശരിയാണെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ സ്നേഹിക്കുന്നു എന്നതിന് പറയുന്ന ഒരു വലിയൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ നമുക്ക് ദൈവം നൽകുകയാണല്ലേ. നമ്മുടെ പാപങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് യേശുപ്പച്ചനെ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്നിട്ട് യേശുപ്പച്ചൻ എന്താ ചെയ്തത്? യേശുപ്പച്ചൻ നമ്മുടെയൊക്കെ പാപത്തിന് പരിഹാരമായിട്ട് ക്രൂശിൽ മരിച്ചല്ലേ. ക്രൂശിൽ മരിച്ച് നമുക്ക് രക്ഷ സാധ്യമാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലേ. അങ്ങനെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളെപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കണം. ശരിയല്ലേ? ഒന്ന് ചിരിക്കാമോ എല്ലാവരും? നല്ല സൂപ്പർ ചിരിയാണ് കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ആ കൊച്ചു കുഞ്ഞ് നല്ല രസമായിട്ടാണ് ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ പറയാം, സ്മൈൽ, ജീസസ് ലവ്സ് യു. യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചിരിക്കണം അല്ലേ. നമ്മൾ നന്നായിട്ടൊന്ന് ചിരിച്ചു അല്ലേ, ചിരിക്കണം, സന്തോഷത്തോടെ ചിരിക്കണം. കാര്യം എന്നാണെന്നറിയാമോ? യേശുപ്പച്ചൻ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളോട് യേശുപ്പച്ചന് ഒത്തിരി കാര്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്മൈൽ, ജീസസ് ലവ്സ് യു. യേശു കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? അല്ല. എന്താ ചെയ്യേണ്ടത്? യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമല്ലേ. ഈ റോബർട്ട് റെയ്ക്സ് എന്ന് പറയുന്ന ആൾ എന്താ ചെയ്ത്? യേശുപ്പച്ചൻ ഈ റോബർട്ട് റെയ്ക്സിനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ റോബർട്ട് റെയ്ക്സ് എന്താ ചെയ്തത്? ആ കുഞ്ഞുങ്ങളെല്ലാം കൂട്ടി വരുത്തി അവരെ നല്ല രീതിയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുക അല്ലേ. അപ്പോൾ യേശുപ്പച്ചനെ ഈ റോബർട്ട് റെയ്ക്സിനെ പോലെ തന്നെ നമ്മളെ കൊണ്ട് ഒരുപാട് ആവശ്യമുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? സ്മൈൽ, ജീസസ് ലവ്സ് യു. യേശുപ്പച്ചൻ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യേശുപ്പച്ചൻ സ്നേഹിക്കുന്ന സ്നേഹം നമ്മൾ ആർക്കൊക്കെ പകർന്നു കൊടുക്കണം? നമ്മുടെ ക്ലാസ്സിലുള്ളവർക്ക് പകർന്നു കൊടുക്കണം, നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് പകർന്നു കൊടുക്കണം, നമുക്ക്
ആ സ്നേഹം എല്ലാവർക്കും നൽകാനായിട്ട് സാധിക്കണം. നിങ്ങൾ സ്നേഹിക്കുന്നവരാണോ? യേശുപ്പച്ചൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ആ സ്നേഹം നിങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കാറുണ്ടോ? അതുകൊണ്ട് ഒരു കാര്യം പറയാം. ഞാൻ ആദ്യം പറഞ്ഞു, സ്മൈൽ, ജീസസ് ലവ്സ് യു. അതുകൊണ്ട് തന്നെ ബി റെഡി, ജീസസ് നീഡ്സ് യു. നമുക്ക് റെഡി ആയിട്ടിരിക്കാം. കാര്യം എന്നാണെന്നറിയാമോ? യേശുപ്പച്ചന് നമ്മളെ കൊണ്ട് ഒത്തിരി ആവശ്യമുണ്ട് അല്ലേ? യേശുപ്പച്ചൻ നമുക്ക് പകർന്നു തന്ന സ്നേഹം നമുക്ക് എല്ലാവർക്കും പകർന്നു കൊടുക്കാം. യേശുപ്പച്ചൻ നമുക്ക് ചെറിയ ചെറിയ പോക്കറ്റ് മണീസൊക്കെ പല രീതിയിൽ നമുക്ക് തരുന്നുണ്ടല്ലേ? പ്രത്യേകിച്ച് കൊറോണയൊക്കെ തീരുന്ന സമയമാണ്. നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒത്തിരി പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാണും. അങ്ങനെയെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പോക്കറ്റ് മണീസൊക്കെ നമ്മുടെ പപ്പായും മമ്മിയൊക്കെ തന്നത്, നമ്മുടെ ആരെങ്കിലും ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ നമ്മുടെ പോക്കറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. ഒത്തിരി പൈസയൊന്നും കാണത്തില്ല, പക്ഷെങ്കിൽ ഒരു ചെറിയ പോക്കറ്റ് മണി നമ്മുടെ കയ്യിൽ കാണും. അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നൽകാനായിട്ട് സാധിക്കണം അല്ലേ? കുഞ്ഞുങ്ങളായ നമ്മളെ കൊണ്ട് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ കൊച്ചു കാര്യങ്ങൾ ചെയ്താലും അത് യേശുപ്പച്ചന് ഒത്തിരി സന്തോഷമായിരിക്കും. 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലേ? സ്മൈൽ, ജീസസ് ലവ്സ് യു. രണ്ടാമത്തെ പറഞ്ഞ കാര്യം ബി റെഡി, ജീസസ് നീഡ്സ് യു അല്ലേ? യേശുപ്പച്ചന് നമ്മളെ കൊണ്ട് ഒത്തിരി ആവശ്യമുണ്ട്. ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഒത്തിരി പേർക്ക് യേശുപ്പച്ചൻ നമുക്ക് തന്ന സ്നേഹം പകരുവാൻ നമ്മളെക്കൊണ്ട് യേശുപ്പച്ചൻ ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നു. അതിനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുങ്ങാം. അതിന് ഈ സൺഡേ സ്കൂൾ ദിനം സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യേശുമായി നിന്റെ കൂടെ വരാം.
was still down in the courtyard when one of the high priest's servant girls came by. When she saw Peter warming himself, she looked straight at him and said, "You too were with Jesus of Nazareth." But he denied it. "I don't know. I don't understand what you are talking about," he answered, and went out into the passage. Just then a cock crowed. The servant girl saw him there and began to repeat to the bystanders, "He is one of them." But Peter denied it again. A little while later, the bystanders accused Peter again. "You can't deny that you are one of them, because you too are from Galilee." Then Peter said, "I swear that I am telling the truth. May God punish me if I am not. I do not know the man you are talking about." Just then a cock crowed a second time, and Peter remembered how Jesus had said to him, "Before the cock crows twice, you will say 3 times that you do not know me." And he broke down and cried. Praise the Lord. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14 അധ്യായം 66 മുതൽ 72 വരെയുള്ള വേദഭാഗത്തിൽ നിന്നും ചെറിയ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. യഹൂദന്മാർ യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ആ രാത്രിയിൽ പത്രോസ് എന്ന ശിഷ്യനും യേശുവിനെ പിന്തുടർന്നു. യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ വേണ്ടി ഒരിടത്ത് മാറി മറ്റാളുകളോടൊപ്പം ഇരിക്കുകയാണ്. എന്നാൽ മറ്റാളുകൾക്ക് പത്രോസിനെ കണ്ടപ്പോൾ ഒരു സംശയം. അവർ പറയുകയാണ്, "He is one of them. He is one of Jesus' disciples. Yes, he is from Galilee." ഞാൻ ഒന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: ബി മോർ ലൈക്ക് ജീസസ്. നമ്മുടെ അപ്പിയറൻസ്, ജസ്റ്റേഴ്സ്, എവറിഡേ ആക്ടിവിറ്റീസ് ആൻഡ് ഈവൻ സ്മോൾ ചിക് ചാക്സ്, ഇതിലൊക്കെ കൂടെ നമ്മൾ യേശുവിനെ റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾ യേശുവിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് മറ്റുള്ളവർ പറയുവാൻ ഇടയാക്കണം. സോ ബി മോർ ലൈക്ക് ജീസസ്. രണ്ടാമതായി, ഇങ്ങനെ ചുറ്റുമുള്ളവർ പറഞ്ഞത് കേട്ട് പത്രോസ് പറയുകയാണ്, "No, I am not his follower. I don't even know Jesus." യേശുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുപോലെ തന്നെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പേടിയിലായിരിക്കാം പത്രോസ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഡിയർ ഫ്രണ്ട്സ്, don't be afraid to say that you know Jesus. യേശുവിലുള്ള നമ്മളുടെ വിശ്വാസം നമ്മൾ ഒരിക്കലും തള്ളി പറയരുത്. Don't deny Jesus in any situations of your life. നമ്മൾ ഒരിക്കലും യേശുവിനെ അറിയില്ല എന്ന് പറയരുത്. പകരം നമ്മുടെ വിശ്വാസം കണ്ടിട്ട് മറ്റുള്ളവർക്കും യേശുവിനെ അറിയുവാൻ ഇടയാകണം. സോ ഡോണ്ട് ബി അഫ്രെയ്ഡ് ടു സേ ദാറ്റ് യു നോ ജീസസ്. മൂന്നാമതായി, യേശുവിനെ തള്ളിപ്പറഞ്ഞതോർത്ത് പിന്നീട് പത്രോസ് ഒത്തിരി സങ്കടപ്പെട്ടു. എന്നാൽ തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ യേശു തള്ളിക്കളഞ്ഞില്ല. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു പത്രോസിൻ്റെ വിശ്വാസം ഉറപ്പിക്കുന്നു. പിന്നീട് പത്രോസ് ഒരിക്കലും യേശുവിനെ തള്ളിപ്പറഞ്ഞില്ല. ജീസസ് വിൽ നോട്ട് ലെറ്റ് യു ഗോ അവേ. യേശുവിൻ്റെ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ക്യാരക്ടറാണിത്, റിവെഞ്ച് ഓഫ് ലവ്. നമ്മൾ യേശുവിൽ നിന്ന് മാറിപ്പോയാലും യേശുപ്പച്ചൻ നമ്മളെ സ്നേഹത്തോടെ വീണ്ടും വീണ്ടും ചേർത്ത് പിടിക്കും. അത്രയ്ക്കിഷ്ടമാണ് യേശുപ്പച്ചൻ നമ്മളെ. 3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. ഒന്നാമതായി, ബി മോർ ലൈക്ക് ജീസസ്. രണ്ടാമതായി, ഡോണ്ട് ബി അഫ്രെയ്ഡ് ടു സേ ദാറ്റ് യു നോ ജീസസ്. മൂന്നാമതായി, ആൻഡ് ബിലീവ് ജീസസ് വോണ്ട് ലെറ്റ് us children go away from him. ഇപ്രകാരം യേശുപ്പച്ചൻ്റെ നല്ല കുഞ്ഞുമക്കളായി ഈ ലോകത്ത് അനുഗ്രഹത്തോടെ ജീവിക്കുവാൻ യേശുപ്പച്ചൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാ. സാത്താനൊരു സൂത്രക്കാരൻ,
വചനമെന്ന വാളെടുത്തിടാം. ബൈബിൾ പഠിച്ചു ദിനവും പ്രാർത്ഥിക്കുമെങ്കിൽ സാത്താൻ നിന്നെ പീഡിച്ചിടാതെ. ബൈബിൾ പഠിച്ചു ദിനവും പ്രാർത്ഥിക്കുമെങ്കിൽ സാത്താൻ നിന്നെ പീഡിച്ചിടാതെ. ദൈവം തന്റെ ചിറകടിയിൽ നമ്മെ നിത്യം കാത്തിടുമേ. ദൈവം തന്റെ ചിറകടിയിൽ നമ്മെ നിത്യം കാത്തിടുമേ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാൻ. സാത്താനൊരു സൂത്രക്കാരൻ, പമ്മി പമ്മി വരും പിടിക്കാൻ. ദൈവത്തിൻ പൈതങ്ങളെ നിങ്ങളെല്ലാരും വചനമെന്ന വാളെടുത്തിടാൻ. ഞാനൊരു ചെറുദീപം, എന്നൊളിയും ചെറുതല്ലോ. ഞാനൊരു ചെറുദീപം, എന്നൊളിയും ചെറുതല്ലോ. എങ്കിലും എന്നുടെ യേശുവിനായി ഞാൻ എരിയും അണയാതെ. എങ്കിലും എന്നുടെ യേശുവിനായി ഞാൻ എരിയും അണയാതെ. കൊച്ചു കൂട്ടുകാരെ, ജീസസ് ആൻഡ് മീ എന്ന പ്രോഗ്രാം നിങ്ങളെല്ലാവരും കണ്ടുവല്ലോ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നിങ്ങൾ പറയണം, ഷാലോം ടി വിയിൽ മലങ്കര ദർശൻ എന്ന ഈ പ്രോഗ്രാം ഉണ്ട്. നിങ്ങളെല്ലാവരും കൃത്യസമയത്ത് എല്ലാ ശനിയാഴ്ചയും ഈ പ്രോഗ്രാം കാണുവാനായിട്ട് ഒരുങ്ങി വരണമെന്ന് നിങ്ങളുടെ കൂട്ടുകാരോടും പറയണം. ഓക്കെ, ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് നേതൃത്വം നൽകിയതായ നമ്മുടെ സനൽ ചെറിയാൻ അച്ഛൻ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് ചുമതല നിർവഹിക്കുകയാണ്. അതിനുശേഷം കൊച്ചു കൂട്ടുകാരുടെയൊക്കെ പാട്ടുകളൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോൾ ഇവയെല്ലാം എന്തിനു വേണ്ടിയാണ്? നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയുവാൻ, യേശു ക്രിസ്തുവിൽ വളരുവാൻ, യേശു ക്രിസ്തുവിൻ്റെ സന്തോഷവും അനുഗ്രഹങ്ങളുമൊക്കെ എല്ലാവരും നേടി ദൈവം മുമ്പാകെ നന്ദിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാമുകളൊക്കെ. അവയെല്ലാം ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ധാരാളം ലഭ്യമാകുന്നതായി തീരുകയും വേണം. നിങ്ങളെല്ലാവരും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. മാത്രമല്ല, ഈ ജീസസ് ആൻഡ് മീ എന്ന പ്രോഗ്രാമിൽ നിങ്ങളുടെ പ്രോഗ്രാമും ഒക്കെ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് വിളിക്കണം, വിളിച്ച് പറയണം, അച്ഛാ ഞങ്ങൾ കഥ പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ദൈവവചനങ്ങളൊക്കെ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രോഗ്രാമുകളുടെ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാം പ്രോഗ്രാം ഈ ചാനലിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവർക്കും കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം നമ്മളെ തന്നെ ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച എല്ലാവരും. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലെ ചെറിയ കുരുന്നുകളാണ് ഞങ്ങളെല്ലാവരും. നിൻ്റെ മക്കളായി ഈ ലോകത്തിൽ ജനിച്ചു ജീവിക്കുന്നു. നിൻ്റെ കൃപകൾ ധാരാളം അനുഭവിച്ചറിയുവാൻ ഞങ്ങളെല്ലാവരും നീ സഹായിക്കണേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ സ്കൂളുകളൊക്കെ തുറന്നിരിക്കുന്നു. കർത്താവെ, നിൻ്റെ കൃപയോടുകൂടെ പഠിക്കുവാൻ, നിൻ്റെ വലിയ കാവൽ എന്നും അനുഭവിച്ചറിയുവാൻ, മഹാമാരിയുടെ വേദനയുടെയൊക്കെ ഈ സമയത്ത് കർത്താവെ നിൻ്റെ കരുതലോടുകൂടെ ജീവിപ്പാൻ, സൗഖ്യത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. കൃപകളാൽ ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ. നിൻ്റെ മകനായി നിൻ്റെ മകളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. തേളി